കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് റിസർവേഷൻ. അല്ലാതെ വിചാരിക്കുന്ന പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന കലാപരിപാടിയൊന്നുമല്ല. സ്റ്റേറ്റിനകത്ത് ഏതെങ്കിലും വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ അവരുടെ പ്രാതിനിധ്യം ഉറപ്പ് ചെയ്യുന്ന നിയമനിർമ്മാണം നടത്താൻ സ്റ്റേറ്റിന് അധികാരമുണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മതിയായ റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. അതാണ് ജാതി എന്ന് പറയുന്നൊരു കാര്യം. ഇന്ത്യക്കകത്തെ വിവേചനത്തിൻ്റെ കേന്ദ്ര ശക്തി ജാതിയാണ്. അത് നമ്മൾ സമ്മതിച്ചാലേ ഡിസ്കഷൻ മുന്നോട്ട് പോകത്തുള്ളൂ. ഇതിനകത്ത് പണമില്ല എന്നതിൻ്റെ പേരിൽ ബഹിഷ്കരിക്കപ്പെടുന്ന ഒരു ഇന്ത്യക്കാരനെ നിങ്ങൾ കാണിച്ചു തരൂ. പക്ഷേ കീഴ്ജാതിക്കാരനാണെന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കുന്ന 10,000 ഞാൻ അണിനിരത്താം ഈ തിരുവനന്തപുരം നഗരത്തിൽ. നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാൻ പറ്റില്ലെന്നേ. പണമില്ലാത്തതിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ട ഒരാളെ അവസര നഷ്ടം കാണിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് അപമാനിച്ചതിൻ്റെ നഷ്ടം കാണിക്കാൻ പറ്റില്ല. എനിക്ക് കാണിക്കാൻ പറ്റും. ജാതി വിവേചനവും പുറത്താക്കലും സെഗ്രിഗേഷനും ഇവിടെ നിലനിൽക്കുമ്പോൾ ഒരു സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടേതൊരു രാഷ്ട്രമാണ്, ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. ആ ഡെമോക്രാറ്റിക് സ്റ്റേറ്റിന് എല്ലാ പൗരന്മാർക്കും തുല്യത കൊടുത്തേ പറ്റൂ. ആരെങ്കിലും കസ്റ്റമറി ലോയുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന് കസ്റ്റമറി ലോയോടല്ല ബാധ്യത, ഡെമോക്രസി പ്രിൻസിപ്പിളിനോടാണ്. അതുകൊണ്ട് കസ്റ്റമറി ലോയെ നിയമപരമായി തടഞ്ഞു നിർത്തി ആ പൗരനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് റിസർവേഷൻ. ഈ സാമ്പത്തികം കുറഞ്ഞതിന്റെ പേരിൽ അപമാനം ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയാണോ? കാശില്ലാത്തതിന്റെ പേരിൽ ഒരു മനുഷ്യൻ പല സ്ഥലത്തും മാറ്റി നിർത്തപ്പെടാം. അത് കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോഴോ സുഹൃത്തുക്കളുടെ ഇടയിലോ അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടാകാം, അല്ലേ? ഓക്കെ, അതുപോട്ടെ. ഇവിടെ സണ്ണി കപ്പിക്കാട് പറയുന്നത് ജാതിയുടെ പേരിൽ മാത്രമാണ് അപമാനിക്കപ്പെടുന്നത് എന്നത് ശരിയല്ല. ജാതിയുടെ പേരിൽ അപമാനിക്കപ്പെടുന്നത് ഇന്ത്യയിൽ ഇന്നൊരു ക്രിമിനൽ കുറ്റമാണ്. അയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഇവരത് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അപമാനിക്കപ്പെടുന്നത് കൊണ്ട് അതിന് പകരമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചു തന്നിട്ടുള്ള ദയാദാക്ഷിണ്യമാണ് ഈ സംവരണം എന്ന് പറയുന്നത് കൊണ്ട് ഇവരെ തന്നെ അപമാനിക്കുകയാണ് എന്നതാണ് ശരി. ഇനി പറയാനുള്ളത് സംവരണത്തെക്കുറിച്ചാണ്. ഇനി അങ്ങോട്ട് ഇത് കേട്ട് കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ പറയും, ഇവൻ സവർണനാണ്, ഇവൻ സംവരണ വിരുദ്ധനാണെന്നും ഒക്കെ വിളിച്ച് ആക്രോശിക്കും. ഞാൻ വേണേൽ മനുഷ്യത്വം ഇല്ലാത്തവനാണെന്നും നിങ്ങൾ വേണേൽ പറയും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അതൊന്നും ഇനി പറയാൻ പോകുന്ന വസ്തുതയെ സ്പർശിക്കുക പോലുമില്ല. ഇവിടെ ആരും സംവരണത്തെ അല്ല എതിർക്കുന്നത്. നിലവിൽ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സംവരണ സമവാക്യത്തെയാണ് എതിർക്കുന്നത്. ഇപ്പോൾ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് PSC ഒരു 100 പേരുടെ റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുമ്പോൾ അതിൽ തിരഞ്ഞെടുക്കുന്ന 100 പേരിൽ 10% SC ST ആയിരിക്കും. അതായത് 8 SCയും 2 ST OBC എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 40, പിന്നെ 10 എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അതായത് 100 പേരിൽ 60 പേരും സംവരണത്തിലുള്ളവർ, 40 പേര് മാത്രം മെറിറ്റിൽ പരിഗണിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 10% ജാതിപരമായി പിന്നോക്കം നിൽക്കുന്നു എന്ന് പറയുന്ന ദളിത് ആദിവാസി മേഖലയിലുള്ളവരെ പരിഗണിക്കാം. എന്നാൽ ബാക്കി വരുന്ന ഈ 50% വരുന്ന സംവരണം വാങ്ങുന്നവരിൽ ജാതിയുടെ പേരിൽ എത്ര പേര് ഈ പിന്നോക്കാവസ്ഥ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ OBC എന്ന് പറയുന്നത് വിഭാഗത്തിൽ 14% ഈഴവരും തീയരും ഒക്കെ കൂടിയിട്ടുള്ളവരാണ്. മലബാറിലെ തീയർ എന്ന് പറയുന്നത് തന്നെ വലിയ സമ്പന്ന വിഭാഗങ്ങളാണ്, ജന്മികളാണ് പലരും. എന്നാൽ അവരും സംവരണത്തിൽ പെടുന്നവരാണ്. ഈഴവരെന്ന് ഇന്ന് പറയുന്നവർക്ക് ജാതിപരമായ എന്ത് പിന്നോക്കാവസ്ഥയാണ് ഉള്ളത് എന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? പിന്നീട്ടുള്ളത് മുസ്ലിം 12%, അതായത് 40-ൽ 12 സീറ്റുകൾ. ലാറ്റിൻ കത്തോലിക്കർ ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസിന് 4%, വിശ്വകർമ്മ 3%, നാടാരി 2%, ധീവര 1%, SC കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി 1%, മറ്റ് OBC വിഭാഗങ്ങൾ എല്ലാം കൂടെ 3%. ഇവർക്കൊക്കെ ജാതിപരമായ പിന്നോക്കാവസ്ഥ ഉള്ളവരാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? ആംഗ്ലോ ഇന്ത്യൻസിനൊക്കെ എന്ത് പിന്നോക്കാവസ്ഥയാണുള്ളത്? അവരൊരു ജാതിയല്ല, ഇസ്ലാമും ഒരു ജാതിയല്ല. ലക്ഷദ്വീപിലെ സ്വദേശികളായ മുസ്ലിം അവർ ST വിഭാഗത്തിലാണ് പെടുന്നത്. എന്നാൽ ഇവിടെ അവർ OBCയുമാണ്. ഇൻഡിജിനസ് ഇൻഹാബിറ്റൻസ് എന്ന പ്രത്യേക നിയമപരമായ വർഗീകരണം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നു. ജാതിപരമായി പിന്നോക്കാവസ്ഥ ഉള്ളവർക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ദളിത് ആദിവാസി മേഖലയിലുള്ളവർക്ക് കിട്ടുന്ന സംവരണം എന്ന് പറയുന്നത് മൊത്തം സംവരണത്തിന്റെ വെറും 14% മാത്രമാണ്. ബാക്കി മുഴുവൻ പോകുന്നത് എങ്ങോട്ടാണ്? ഇനി OBC വിഭാഗത്തിൽപ്പെട്ടവരുടെ സമ്പന്നരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ക്രിമിലെയർ നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ പരിധി എന്ന് പറയുന്നത് 8 ലക്ഷമാണ്. അത് 14 ലക്ഷമാക്കാനുള്ള ശുപാർശ പോയിട്ടുണ്ട്. അധികം താമസിയാതെ ചിലപ്പോൾ അത് അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്. ഈ 14 ലക്ഷം ഉൾപ്പെട്ടിട്ടുള്ളതും ഇല്ലാത്തതും എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് അച്ഛനും അമ്മയും സർക്കാർ ജോലിക്കാരാണെങ്കിൽ അവരുടെ സംവരണം പരിഗണിക്കത്തില്ല. ശമ്പളം, കൃഷിഭൂമിയിൽ നിന്നുള്ള വരുമാനം പരിഗണിക്കത്തില്ല, കച്ചവടത്തിൽ നിന്നുള്ള വരുമാനം പരിഗണിക്കത്തില്ല. പിന്നെ എന്ത് തേങ്ങയാണ് പരിഗണിക്കുന്നത്? കുടുംബ സ്വത്തായിട്ട് വല്ല ഉണ്ടെങ്കിൽ അത് ഈ 8 ലക്ഷത്തിൽ പരിഗണിക്കും പോലും. അതായത് ഉത്തമ 1 കോടിക്കും അടുത്ത് വാർഷിക വരുമാനം മൊത്തത്തിലുള്ളവന് പോലും സംവരണം കിട്ടുന്ന അവസ്ഥ. ഇനി അത് 14 ലക്ഷത്തിലേക്ക് ഉയർത്തുമ്പോൾ 1.5 കോടിക്ക് മേലെ വാർഷിക വരുമാനമുള്ളവനും സംവരണം കിട്ടും. ഇതിൽ പറയുന്ന ശതമാനക്കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മാറിപ്പോവോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അങ്ങ് ക്ഷമിക്കുക. വീഡിയോയുടെ മെറിറ്റ് മാത്രം നോക്കിയാൽ മതി. ഇനി SC STയുടെ കാര്യം എടുത്താലോ, അവിടെയും ക്രിമിലെയർ ഇല്ല. അവിടെയും കൂടി അത് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അവരതിനെ എതിർക്കും. കാരണം എന്താ? ഇപ്പോൾ സംവരണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വിഭാഗത്തിലെ സമ്പന്ന വിഭാഗങ്ങൾക്കാണ് എന്ന് പറയേണ്ടി വരും. അതായത് അവിടുത്തെ പിന്നോക്കക്കാരിലെ മുന്നോക്കക്കാർക്കാണ് കിട്ടുന്നത് എന്നർത്ഥം. അവിടെയും അർഹതപ്പെട്ടവർ ഇവർക്കും താഴെയാണ് എന്നർത്ഥമുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇതെല്ലാം ജാതിപരമായ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് എന്നുള്ള റെട്ടറിക്കുകളാണ് ഈ പുള്ളി ഇവിടെ അടിച്ചുവിടുന്നത്.
പിന്നെ ചോദിക്കാനുള്ളത്, ജാതി ഉള്ളത് കൊണ്ടാണോ സംവരണം ഉള്ളത്, അതോ സംവരണം ഉള്ളത് കൊണ്ടാണോ ജാതി ഉള്ളത് എന്നാണ്. കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നാണല്ലോ പറയാറ്. ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ ഒരു ഏകദേശ ഒറ്റ എണ്ണം പറയാൻ കഴിയത്തില്ല. ഓരോ സംസ്ഥാനത്തെയും ഔദ്യോഗിക SC പട്ടിക വ്യത്യസ്തമാണ്. കേരളത്തിൽ SC പട്ടികയിൽ 53 ജാതി അല്ലെങ്കിൽ സമുദായങ്ങൾ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യ മുഴുവൻ എടുത്താൽ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചേർത്ത് 1500-ലധികം SC ജാതി സമുദായങ്ങളുണ്ട്. 750ഓളം ST ജാതികളുണ്ട്. OBC ജാതികൾ 6000-ന് മേലെയും ഉണ്ട് എന്നാണ് കണക്ക്. ഈ പറയുന്ന 53 ജാതികളെ എല്ലാവർക്കും അറിയാവോ? എവിടുന്ന്? ഉദാഹരണത്തിന് കൂസ എന്ന് പറയുന്ന ഒരു ജാതിയിൽ 400-ൽ താഴെ ആളുകളുള്ളത് എന്നാണ് പറയുന്നത്. ഇപ്പൊ അത് 24 എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ കള്ളാടി എന്ന് പറയുന്ന ജാതി, ഇതൊക്കെ എവിടെ നിൽക്കുന്നു ഈ സംവരണത്തിൽ? ഏതിന്റെ മുകളിലാണ്, ഏതിന്റെ താഴെയാണ് എന്ന് വല്ല പിടിയുണ്ടോ? കണിയാൻ എന്ന് പറയുന്ന ജാതി OBC വിഭാഗത്തിൽ ഏതിന്റെ മുകളിലാണ്, ഏതിന്റെ താഴെയാണ് വരുന്നത്? അതിന്റെയൊക്കെ മാനദണ്ഡം എന്താണ് എന്ന് ആർക്കെങ്കിലും പിടിയുണ്ടോ? ആശാരിയാണോ, തട്ടാനാണോ ഇതിന് മുകളിൽ അല്ലെങ്കിൽ താഴെ? വല്ല പിടിയുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഏത് വകുപ്പിൽ എന്നുകൂടി പറയണം. ഇപ്പൊ പറയുന്നത് ദളിതനാണോ എങ്കിൽ ഞാൻ കുറഞ്ഞവനാണ് എന്നങ്ങ് വിധി എഴുതുന്നു. എന്നല്ലാതെ ജാതി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കൂസയാണെന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ സംവരണത്തിൽ എവിടെ പെടുമെന്ന് പോലും ആർക്കും അറിയില്ല. സംവരണം ഉള്ളതുകൊണ്ട് സംവരണ ജാതിയാണെന്ന് പറയാം. പിന്നെ ജാതി പറയാതിരുന്നാൽ ജാതി പോകുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. പരിണാമം ശരിയാണെങ്കിൽ എന്താ പരിണാമം കൺമുൻപിൽ കാണാൻ പറ്റാത്തത്, ഇപ്പോൾ നടക്കാത്തത് എന്ന് പറയുന്നത് പോലെയാണിത്. അവർക്ക് അത് കൺമുന്നിൽ കാണണം എന്ന വാശിയാണുള്ളത്. അതുപോലെ ആണ് ഇതും. പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ മാറ്റി കാണിക്കാൻ കഴിയില്ല. അത് തലമുറകൾ കഴിയും തോറും കുറയുക തന്നെ ചെയ്യും. പണ്ടുള്ളവ പോലാണോ ഇന്നത്തെ അവസ്ഥയുള്ളത്? അല്ല, മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലുള്ള ക്രിസ്ത്യാനികളിൽ നല്ലൊരു ശതമാനം ആളുകളും കഴിഞ്ഞ 150-200 വർഷത്തിനുള്ളിൽ ഇവിടെ ഉണ്ടായിരുന്ന സാമൂഹിക സാഹചര്യം അനുസരിച്ച് മതം മാറിയവരാണ്. അതിൽ ഈഴവരുണ്ട്, ദളിതരുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ആ ക്രിസ്ത്യാനികളുടെ, ഇന്നത്തെ തലമുറയിലെ ആളുകളുടെ പണ്ടത്തെ ജാതി എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റിയെന്ന് വരില്ല. കാരണം അവർക്കത് പിന്നീട് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ അത് പോയി. അതേസമയം കേരളത്തിലെ ക്രിസ്തുമതം സ്വീകരിച്ച പുലയ വിഭാഗത്തിൽപ്പെട്ടവരുടെ ജാതി പോയിട്ടില്ല. അവരിന്നും പുലയ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പുതു ക്രിസ്ത്യാനികൾ എന്ന് തന്നെ അറിയപ്പെടുന്നു. കാരണം അവർ ആ ജാതി പേര് നിലനിർത്തി സംവരണം വാങ്ങുന്നു. അങ്ങനെ അവരുടെ ജാതി നിലനിൽക്കുന്നു. അതിങ്ങനെ തുടർന്നു പോകുന്നു. എന്നാൽ പ്രയോജനമില്ല എന്ന് കരുതി ഉപേക്ഷിച്ച ക്രിസ്ത്യാനികൾക്ക് അത് പിന്നീട് പറയേണ്ടിയും വന്നില്ല. അങ്ങനെ അതങ്ങ് ഇല്ലാണ്ടായി. ഇനി കേരളത്തിലെ മുസ്ലിങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാൽ പുലയ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് പോലെ പുലയ മുസ്ലിങ്ങളുണ്ടോ? ഇല്ല. കാരണം മുസ്ലിങ്ങൾ മതം മാറിയപ്പോൾ ജാതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംവരണം കൊടുത്തപ്പോൾ എല്ലാ മുസ്ലിങ്ങൾക്കും സംവരണമായി. അപ്പോൾ പിന്നെ പുലയ മുസ്ലിം എന്ന് പറയേണ്ടി വരുന്നില്ല. പ്രത്യേക പ്രയോജനം അതുകൊണ്ടുണ്ടാവുന്നില്ല. അങ്ങനെ അത് പറയാതെ വന്നു, ഉപയോഗിക്കാതെ അതങ്ങനെ പോയി. അപ്പോൾ പറഞ്ഞു വന്നത്, മുസ്ലിങ്ങളുടെ ഇടയിൽ ജാതിയില്ല, ഒട്ടുമിക്ക ക്രിസ്ത്യാനികളുടെ ഇടയിലും ജാതിയില്ല. എന്നാൽ ഹിന്ദു മതത്തിൽ എല്ലായിടത്തും ജാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ സംവരണമുണ്ട്. അതുകൊണ്ട് അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് നിലനിർത്തി പോവുകയും ചെയ്യുന്നു. എന്നോട് പണ്ടൊരാൾ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർമ്മ വന്നു. അവന്റെ അയലത്തുള്ള ഒരാൾ ചെറുപ്പത്തിൽ ഇവിടുന്ന് നാട് വിട്ടുപോയി മദ്രാസിൽ പോയി ഒരു ചായക്കടയൊക്കെ തുടങ്ങി. അവിടുന്ന് ഡൽഹിയിൽ പോയി ചെറിയ രീതിയിലുണ്ടായിരുന്ന ചായക്കട തുടങ്ങി. അത് പിന്നീട് വളർന്നൊരു വലിയ ഹോട്ടലായി മാറി. അന്ന് ആ ചായക്കടയ്ക്ക് പുള്ളി ഇട്ടിരുന്ന പേര് നായരുടെ ചായക്കട. അങ്ങനെ ഒരു ഫാഷനായി പുള്ളി സ്വന്തം പേരിന്റെ കൂട്ടത്തിൽ ആ നായർ അങ്ങ് ചേർത്തു. അയാൾ സോക്കോൾഡ് പിന്നോക്ക ജാതിയിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് അയാളുടെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ നായരുടെ ചായക്കട വിപുലമായി. അയാൾ സമ്പന്നനായി. അവസാനം എല്ലാം വിട്ട് നാട്ടിൽ വന്ന് സെറ്റിലായി. പക്ഷെ അയാളുടെ പൂർവ്വജാതി അറിയാവുന്ന ആരും പിന്നെ അയാളെ അങ്ങനെ ഒന്നുമല്ല കണ്ടത്. അയാൾ ഇന്ന് അറിയപ്പെടുന്നത് ആ നായരായിട്ട് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സംവരണം അത് ലഭിക്കുന്നത് നിങ്ങൾ പറയുന്ന സോക്കോൾഡ് പിന്നോക്കക്കാർക്കല്ല, മുന്നോക്കക്കാർക്ക് തന്നെയാണ്. ഒരു PSC ലിസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കിക്കോ. നിങ്ങൾക്ക് പുലയർ, പറയർ, കുറിച്യർ, മലയരയർ അങ്ങനെ കുറെ ലിസ്റ്റുകൾ SC/ST സംവരണത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാതെ മലമ്പണ്ടാരം, കുറുമ്പർ, പണിയർ, കാട്ടുനായ്ക്കർ എന്ന് പറയുന്ന ജാതിക്കാരെയോ ഈ ലിസ്റ്റിൽ കണ്ടവരുണ്ടോ? ഇവരൊക്കെ ആര് കാണുന്നു, കേൾക്കുന്നു? പറഞ്ഞു വരുമ്പോൾ ഇവർ ഇന്നുള്ളവരെക്കാൾ മുന്നോക്കമല്ല പിന്നോക്കമാണെന്ന് പറഞ്ഞാൽ ആരായാലും സമ്മതിക്കും. അതാണ് പറഞ്ഞു വന്നത്. ഇന്നുള്ള സംവരണ സമവാക്യം എന്നത് പിന്നോക്കക്കാരിലെ മുന്നോക്കക്കാർക്ക് മാത്രമാണ് അവകാശപ്പെട്ടത്. ഈ വാർത്ത കണ്ടോ? സംവരണത്തിൽ ക്രിമിലെയർ പരിഗണിച്ചപ്പോൾ അച്ഛന്റെയും അമ്മയുടെ ശമ്പളം പരിഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 2 പേര് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജിയാണ്. ഹർജി പരിഗണിച്ചോ അച്ഛന്റെ ശമ്പളം കിട്ടുന്നതോ 1.5 കോടി രൂപ, അല്ലെങ്കിൽ 1 കോടി 12 ലക്ഷം രൂപ വാർഷിക വരുമാനം. കൂടാതെ അയാൾക്ക് ഫ്ളാറ്റിന്റെ വാടകയും മറ്റുമെല്ലാം പരിഗണിച്ചു വരുമ്പോൾ വാർഷിക വരുമാനം 10 കോടിക്കടുത്താണ്. അവരുടെ മക്കൾക്കും സംവരണം കിട്ടുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ പരാതി കൊടുത്തിരിക്കുന്ന ഒരുത്തിന്റെ അച്ഛൻ UK-ലെ ബാങ്കിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. അതായത് ഉത്തമ അച്ഛന്റെ ചെറുപ്പ സമയത്ത് പഠിക്കാനും UK-ൽ പോകാനും ജോലി കണ്ടെത്താനും ഒക്കെ ജാതിപരമായ പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നില്ല. എന്നാൽ മോന്റെ തലമുറ ആയപ്പോൾ അവൻ ജാതിപരമായ പിന്നോക്കക്കാരനാണ് പോലും. എത്ര കിലോ സംവരണം വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം, പക്ഷെ 1/2 ഗ്രാം പോലും നീക്കം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും, പക്ഷെ തിരിച്ചെടുത്താൽ എടുക്കുന്നവന്റെ കട്ടപ്പോകയാണ്. സംവരണം ഒരിക്കലും നിർത്താൻ കഴിയാത്ത ട്രെയിനാണ് എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. സോ ലെറ്റ് മീ കൺക്ലൂഡ്. ജാതി സംവരണവാദം എന്ന് പറയുന്നത് ഒരു പക്ക റേസിസം കൂടിയാണ്. ചില മനുഷ്യർക്ക് മറ്റുള്ളവരേക്കാൾ കഴിവും ശേഷിയും കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണ് എന്ന നിർജ്ജലമായ വർഗീയവാദമാണ് ഇതിന്റെ കുന്തമനം.
സംവരണം ഇല്ലെങ്കിൽ ചിലർ ഒരു കാലത്ത് രക്ഷപ്പെടില്ല എന്നൊക്കെ അടച്ചാക്ഷേപിച്ചാണ് ജാതി സംവരണവാദികൾ തങ്ങളുടെ സംവരണ വിഭ്രാന്തിക്ക് സാക്ഷ്യം ചമയ്ക്കുന്നത്. ചിലർ പറയും DNA ജീന് എന്നൊക്കെ പുലമ്പും. ഇത്രയും മനുഷ്യത്വ വിരുദ്ധവും വംശീയവുമായ ഒരു വാദം ആധുനിക രാഷ്ട്രീയ വ്യവഹാരത്തിൽ വേറെയില്ല. ഇനി കമന്റിംഗ് തൊഴിലാളികളോടാണ് പറയേണ്ടത്, നിങ്ങൾ തെറി വിളിച്ചോ, പക്ഷേ ഇടയ്ക്കൊക്കെ വികാരം മാറ്റിവെച്ച് വിവേകത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് സംവരണം എന്ന് തള്ളിമറിച്ചോണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. ഇവിടെ സംവരണം തുടങ്ങിയതും നിലനിർത്തുന്നതും പ്രാതിനിധ്യം നോക്കിയല്ല, പ്രാതിനിധ്യത്തിന്റെ കണക്ക് വെച്ച് നോക്കി അങ്ങോട്ട് മാറ്റാനും ഇത് പോകുന്നില്ല. വേണ്ടത് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്, അതായത് അവസര സമത്വം. എല്ലാവർക്കും തുല്യമായ അവകാശ അധികാരങ്ങൾ ഉണ്ടായിരിക്കണം, അതിൽ തർക്കമില്ല. ഏച്ചു കെട്ടി വെച്ചല്ല തുല്യത കൊടുക്കേണ്ടത്, അതായത് ഇക്വാലിറ്റി ഓഫ് ഔട്ട്കം അല്ല നമുക്ക് വേണ്ടത് എന്നർത്ഥം. അവസര സമത്വമാണ് വേണ്ടത്. അംബേദ്കർ 1948 നവംബർ 30 ഭരണഘടനാ സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഉദ്ധരിച്ച വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അവസരങ്ങളുടെ സമത്വം എന്ന അടിസ്ഥാന അവകാശം നിലനിർത്തുന്നതിന് സംവരണം എപ്പോഴും സീറ്റുകളുടെ ഒരു ന്യൂനപക്ഷത്തിൽ മാത്രമായി പരിമിതപ്പെടുത്താം.